നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മദ്യനയ കേസിൽ ഇഡിയുടെ കസ്റ്റഡിയിലായ അരവിന്ദ് കെജ്രിവാളിന് പിന്നീട് അങ്ങോട്ട് ജാമ്യം ലഭിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്നീട് CBI കസ്റ്റഡിയിൽ വെച്ചു. അത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കാതെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ നിന്നും അദ്ദേഹത്തിന് മോചിതനാകണം എന്ന രീതിയിലേക്ക് വരണമെങ്കിൽ പോലും അത് വിദൂര സ്വപ്നം മാത്രമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. BJP നേതൃത്വവും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. പൊളിറ്റിക്കലി അവർക്ക് അവിടെ ആധിപത്യമില്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെയും കെജ്രിവാൾ എന്ന കേന്ദ്ര ശക്തിയെ തകർക്കുക, ആം ആദ്മിയുടെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തെ തകർത്താൽ പിന്നെ ആം ആദ്മിയെ നിഷ്പ്രഭമാക്കാം എന്ന വിചാരത്തിലാണ് BJP നീങ്ങുന്നത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഒരു കൈസഹായം ആം ആദ്മിക്ക് ലഭ്യമാകുന്നത്. കോൺഗ്രസിനെ അവിടെ പിഴുതെറിഞ്ഞുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താം എന്ന് വ്യാമോഹിച്ച് അധികാരത്തിൽ വന്നവരാണ് ആം ആദ്മിക്കാർ. യഥാർത്ഥ ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതും അവരായിരുന്നു യഥാർത്ഥത്തിൽ ആം ആദ്മിയുടെ അവസാനം ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കിയപ്പോൾ ആ സമയം വൈകിപ്പോയി. കോൺഗ്രസിനെ തകർത്തല്ലോ എന്ന് ആശ്വസിച്ച ആം ആദ്മിക്കാർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്ന മുട്ടൻ പണി ഇപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. അവിടെ ജലദൗർലഭ്യത ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് BJP സമരം നടത്തുമ്പോൾ BJP തന്നെ ഭരിക്കുന്ന ഹരിയാനയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും വിട്ടുകൊടുക്കില്ല എന്ന് അവർ മർക്കടപുഷ്ടിയോടെ പറയുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. BJP നേതൃത്വത്തിൻ്റെ ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ച് മാത്രമല്ല, എങ്ങനെയാണ് ഡൽഹിയിൽ സർക്കാരിനെ അട്ടിമറിക്കുക, അതിനുവേണ്ടിയുള്ള പല രീതിയിലുള്ള കളികളും കളിക്കുന്നുണ്ട്. അവിടെ ആം ആദ്മി മന്ത്രിസഭയെ തള്ളിയിടാനും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനും അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മോശമാണ്, നിലവിൽ മുഖ്യമന്ത്രി ജയിലിലാണ് എന്ന രീതിയിൽ BJP അവിടെ വലിയ കളികൾ കളിക്കുന്നുണ്ട്. നിലവിൽ തന്നെ രാജ്കുമാർ ആനന്ദും വീണ ആനന്ദുമൊക്കെ ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ്. ഇതിനിടയിൽ ആം ആദ്മി സാമാജികരിൽ ഭൂരിഭാഗവും BJPയിലേക്ക് എത്തും എന്ന് മനോജ് തിവാരി, പ്രത്യേകിച്ചും BJPയുടെ അവിടെ നിന്നുള്ള MP ആയ മനോജ് തിവാരി പ്രസ്താവനയിൽ പറയുകയാണ്. ഇതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ. സുഷമ സ്വരാജിൻ്റെ മകൾ ബാൻസുരി സ്വരാജ് ന്യൂഡൽഹിയിലെ MP ആണ്. അവർ പറയുന്നു ആം ആദ്മിക്ക് ഇനി മുന്നോട്ട് ഒരു ഇഞ്ച് പോകാൻ കഴിയില്ല, അവരെ തകർത്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എന്നുള്ളതാണ് വലിയ ചോദ്യം. ജനാധിപത്യത്തിൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ആം ആദ്മി സർക്കാരിൻ്റെ കാലാവധി ഇനിയും അവിടെ ഒരു കൊല്ലത്തോളം ഉണ്ട് എന്നിരിക്കെ എങ്ങനെയാണ് അവരെ തകർക്കുന്നത്, താഴെ ഇറക്കുന്നത്? ഇവിടെ നിന്നാണ് കാര്യങ്ങൾ വളരെ ലളിതമായി പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം എന്നത് അധികാര തുടർച്ചയാണെന്നറിയാവുന്ന BJP അവരെ വരാതിരിക്കാൻ, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിൽ ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരണം എന്ന് ആം ആദ്മിയാണിപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസും ആം ആദ്മിയും ചേർന്നുള്ള ഇന്ത്യ സഖ്യമായിരിക്കണം ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിടുക. ആം ആദ്മിക്ക് ഒറ്റയ്ക്ക് നേരിടാനുള്ള കെൽപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ വിലയിരുത്തലുണ്ട്. കോൺഗ്രസിനെ പിണക്കുകയല്ല, പകരം ഒപ്പം നിർത്തി ഇന്ത്യ മുന്നണി സഖ്യം മുന്നോട്ട് വെച്ചാൽ മാത്രമേ BJPയെ തളയ്ക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തുന്ന ഗൂഢനീക്കങ്ങളെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് ഡൽഹിയിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.